വെൽക്കം ടു അനദർ വ്ളോഗ്. കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വ്ളോഗ് ചെയ്യുകയാണ്. രാവിലത്തെ കോഫിക്ക് വേണ്ടി ഒരു ബരിസ്ത ആൽമണ്ട് മിൽക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കമ്പനിയുള്ള ഒരു കോഫി പ്രാന്തൻ തന്നെയാണ് ഈ കോമ്പിനേഷൻ പറഞ്ഞത്. പക്ഷേ അതത്ര പോരായിരുന്നു. ഈ കുടിച്ചതിന് ശേഷം എൻ്റെ മുഖത്തെ റിയാക്ഷൻ കണ്ടാൽ തന്നെ അത് അറിയാം. ഞാനങ്ങനെ രാവിലത്തെ ഫുഡിനായി കടന്നു. ഇന്ന് രാവിലെ എനിക്കുള്ള ഫുഡ് കൊഴുക്കട്ടയാണ്. നല്ല തേങ്ങയും ശർക്കരയൊക്കെ നിറച്ച കൊഴുക്കട്ട. അത് കണ്ടപാടെ അലോഷി പുറകെ ഓടി. അവനും കൊഴുക്കട്ട വേണമെന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെ പയ്യനും കുറച്ച് കൊഴുക്കട്ടയെ കൊടുത്ത് അവൻ്റെ തീറ്റയും കണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. ഈ വർഷം എനിക്ക് വായിച്ചു തീർക്കേണ്ട കുറച്ച് ബുക്കുകളാണ് ഇതൊക്കെ. ഇക്കിഗായ് എന്ന ഈ ബുക്ക് ഞാൻ വായിച്ചു തീർത്തു. ദ ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ്. വായിക്കേണ്ട പറ്റിയ സമയം. അല്പനേരം അലോഷ്യസിൻ്റെ കൂടെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടു. ആ ഗ്യാപ്പിൽ അവൻ തന്നെ മൊബൈൽ എടുത്ത് പകർത്തിയ ചിത്രങ്ങളാണ് ഇതൊക്കെ. ലഞ്ചിനായിട്ട് കുപ്പൂസും പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ബീഫ് കറിയുമാണ്. എൻ്റെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നറിയോ? നിൽക്കുന്ന നിപ്പില് പല സാധനങ്ങളും കാണാതാവും. ഇന്നലെ ഇവിടെ വെച്ചതാ ഈ കാറിന്റെ ചാർജ് ചെയ്യുന്ന USB. അത് എവിടെ പോയത്? ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ കാണുന്നില്ല. ഈ നിമിഷം വരെയും ആ ചാർജിങ് കേബിൾ എനിക്ക് കിട്ടിയിട്ടില്ല. വൈകുന്നേരത്തെ ഡിന്നറിന് ഒരു ഷവർമ ആവുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനത്തെ ഊള ഷവർമ ടിക്ടോക്കിൽ ഒരു മഹാഭാവി റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ കടയിൽ പോയത്. ഒട്ടും കുളത്തിലായിരുന്നു. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.